ഗൈസ് അപ്പോൾ നമ്മൾ റെഡിയായി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സമയം 8 മണി ആവാറായിട്ടും ബാക്കിലെ ക്ലൈമറ്റിന് ഒരു മാറ്റമല്ല, അതേപോലെ തന്നെ നിൽക്കുകയാണ്. എന്താ സൈഡ് കാണാം, എല്ലായിടത്തും സെയിം ഇതാണ്. ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ്, നല്ലൊരു മലയാണ്. മല കാണാനേ പറ്റുന്നില്ല. അപ്പോൾ ഇനി നേരെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോകാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇതിൽ പാക്കേജിൽ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഡിന്നറോ അതേപോലെ ലഞ്ചോ കാര്യങ്ങളോ ഒന്നും നമുക്കിതിലില്ല. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട്, നേരെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ചായ കുടിക്കാം. എന്തൊക്കെയാണ് ഐറ്റംസ് ഒക്കെ ഉള്ളതെന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, എല്ലാവരും എത്തിയിട്ട റെസ്റ്റോറൻറ്റ് വാന്നാ. എവിടെ അമ്പോ ജാക്കറ്റൊക്കെ ഇട്ടല്ല ഇഞ്ചു? നമ്മളിപ്പോൾ എവിടെ നിൽക്കണം ഇസു? എവിടെ? ക്യാമറയിൽ നോക്കി പറ, നമ്മളിപ്പോൾ എവിടെ ഉള്ളത്? അവിടെയൊക്കെ പഴമാണ് നമ്മൾ കൊടുക്കുന്നത്. പഴം പൂരി, കറി, ദോശ, ഗൈസ്. നമ്മൾ ഏത് റിസോർട്ടിൽ പോയാലും എന്തെങ്കിലും പറിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ ഹോബി ആയതുകൊണ്ട് ഗൈസ് ഇവിടെയും പേരക്കയാണ് ഗൈസ്. കാന്തല്ലൂർ ചെന്നപ്പോൾ നമ്മൾ പറിച്ചത് നെല്ലിക്കയാണെങ്കിൽ ഇവിടെ നമ്മൾ പറിക്കാൻ പോകുന്നത് പേരക്കയാണ് ഗൈസ്. എന്തൊരു പറിക്കാൻ പോയ ഒരു വണ്ടി വരതെ ഓറഞ്ച് ഉണ്ടായി കിടക്കണ കണ്ടില്ലെങ്കിൽ കണ്ടോട്ടോ. പക്ഷെ ഇവിടെ വെള്ളം വന്നുകൊണ്ട് ചെളിയാണ്. പേരക്കാട്ടി ഈട്ടോ പഴുത്ത പാപ്പി പേരക്ക പറിച്ചെന്ന് എന്ത്? അതെവിടെ പോയി? കാലുമേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി, ഉള്ളിൽ നിന്ന് അറ്റൻഡ് ചെയ്യണ കേസല്ല ഇത്. ഇവിടെ ചെളിയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് വട്ടവട കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. 2-3 സ്പോട്ടുകളിൽ പോകാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്ട്രോബെറിയും ജാമും കാര്യങ്ങളും കുറച്ചും കൂടി വാങ്ങാണ്ടിരുന്നാൽ നമുക്ക് എല്ലായിടത്തും എല്ലാം കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടുന്ന സ്പോട്ടുകളിൽ പോകണം. പിന്നെ 2 വാട്ടർഫാൾസ് ഉണ്ട്, ചിലന്തിയാർ വാട്ടർഫാൾസും വട്ടവട വാട്ടർഫാൾസും. അത് രണ്ടൊന്ന് കവർ ചെയ്യണം. പിന്നെ നമ്മളെ പഴന്തോട്ടത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് നമ്മൾ വട്ടവടയിൽ നിന്ന് വിട്ടുപിരിയും. ഇനി നമ്മളിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്, ഫാമിലിയായിട്ട് ആദ്യമായിട്ട് വരുന്നത്. ഇനി വട്ടവടയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല, നമ്മൾ കോട്ടക്കൊമ്പൂർ മൊത്തം ഇന്നലെ കവർ ചെയ്തു. ഇനിയിപ്പോൾ വട്ടവടയും ഇതോടുകൂടി കണ്ട് അവസാനിച്ച് നമ്മളുടെ യാത്ര അവസാനിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി പോകുമ്പോൾ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് പോകുന്ന വഴി തന്നെ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ റിസോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയാനായിട്ട് ഡ്രീം വാലി റിസോർട്ട് എന്ന് പറയുന്നത് വട്ടവടയിൽ തന്നെ ഏറ്റവും ടോപ്പ് റിസോർട്ട് ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ഏതൊരു റിസോർട്ടും. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം റിസോർട്ടാണ്. അതിൻ്റേതായ ഫുഡിനും പ്രീമിയം ഫുഡുകളുടെ റേറ്റുകളുണ്ട്. അതിപ്പോൾ സമൂസയാണെങ്കിൽ പോലും നമുക്ക് 160 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. 190 രൂപയാണ് ചിക്കൻ സമൂസ വരുന്നത്. 6 പീസ്. 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതായത് ഒരു പടക്കത്തിൻ്റെ വലിപ്പമുള്ളൂ, അത്ര ഉള്ള ഒരു 6 190 രൂപ. അപ്പോൾ ആ ഫുഡും അത്യാവശ്യം എക്സ്പെൻസീവാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് അറിഞ്ഞിട്ടാണ് നമുക്ക് ഡ്രീം വാലി റിസോർട്ട് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്കിവിടെ പാക്കേജിൽ ഉൾപ്പെടുന്നത് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ബൊഫേ സിസ്റ്റം ആയിരിക്കും, അതെല്ലാം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെനു ആയിട്ട് ഇതിൽ വരുന്നത്. മെനു എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാനിവിടെ ബ്രൗസർ കാണിക്കാം, അതിൻ്റെ റേറ്റും കാര്യങ്ങളും കാണിക്കാം. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഡ്രീം വാലി വരുമ്പോൾ നമുക്കതിന് പിന്നെ ഫുഡ് പുറത്ത് പോയി കഴിക്കാനുള്ള ഓപ്ഷനിലാണ്. കിലോമീറ്ററോളം പോകണം, നല്ല ഫുഡ് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് നമ്മൾ റൂമിൽ എത്തിച്ചു തരും. അതൊക്കെ അടിപൊളിയാണ് സർവീസ്. പിന്നെ ഇച്ചിരി എക്സ്പെൻസീവാണ്, ചായയൊക്കെ 45 രൂപ. പിന്നെ ടൂറിസ്റ്റ് പ്ലേസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്ന റേറ്റിന് നമുക്ക് വാങ്ങി കഴിക്കാം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞിട്ട് തന്നെ പോവാം. ഞാൻ ഫ്രണ്ടിൽ കയറും, കൊച്ചു മേക്കി കയറും കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട് 2019 വന്നു. പക്ഷെ അന്ന് ഇത്രയും ജീപ്പുകളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ജീപ്പ് ഒരുപാട് കൂടി. എന്താ പേരെന്താ? സുകുമാർ. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിലൊക്കെ വരും. നമ്മള് ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റ് നമ്മള് നേരെ നായാട്ട് പോയിന്റ് ആണ്. നായാട്ട് പോയിന്റ് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ. ടോട്ടൽ നമുക്ക് എത്ര മണിക്കൂർ വേണം? ടോട്ടൽ നമുക്ക് കുറഞ്ഞത് എങ്ങനെ ഒരു 3 മണിക്കൂറാണ്. അതിന്റെ മുകളിലാണല്ലോ ആവുള്ളൂ. എല്ലാ പോയിന്റും കണ്ടുവരുവാണെങ്കിൽ 3 മണിക്കൂർ. നമ്മുടെ ഓൺ ടൈം ഉണ്ട്. ഞങ്ങൾക്കിപ്പോ വൈകിട്ട് ഒരു ഫ്രീ ആണ്, കുഴപ്പമില്ല. ഇവിടെ ശരിക്കും ഇതാണ് ഇപ്പോഴാണ് ക്ലൈമറ്റ്. അത് ഇനി ജനുവരി ആകുമ്പോഴാണ്. ജനുവരി ആകുമ്പോൾ -3 ഡിഗ്രി ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം -3 ഡിഗ്രിയാണ്. 3 ഡിഗ്രി കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ മൂന്നാറിനെക്കാട്ട് ഹൈറ്റ് കൂടുതലാണ്. ഹൈറ്റ് കൂടുതലാണ്. ഓക്കെ ഓക്കെ. ഇത് മറ്റേ അഭിമന്യുവിന്റെ വില്ലേജ്. അത് ഞങ്ങളവിടെ പോയിരുന്നു കോട്ടയം. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് പോയി. പിന്നെ ഏറ്റവും മുകളിൽ കൃഷി സ്ഥലത്തൊക്കെ പോയി. അവിടെ ഇപ്പൊ ആകെ എന്തോ ബീൻസോ അതൊക്കെ അല്ലേ സീസൺ. ഇപ്പൊ ബീൻസിന്റെ മാത്രം ഗ്രീൻ ബീൻസ്. അഭിമന്യുവിന്റെ വീട്ടിലൊക്കെ പോയി. വീട്ടിലൊക്കെ ഇറങ്ങി. നായാട്ട് വില്ലേജ് പറഞ്ഞാൽ നായാട്ട് സിനിമ പിടിച്ച സ്ഥലമാണോ? നായാട്ട് സിനിമയുടെ ഷൂട്ടിംഗ് ചെയ്ത ആ വീടും പിന്നെ ആ സ്ഥലങ്ങളെല്ലാം. ഓ, ഇത് അങ്ങടെ അല്ല, കോട്ടക്കമ്പൂർക്കല്ല അല്ല പോണേ. അതൊക്കെ എന്നിട്ട് പഴയന്തോട്ടം വഴി കറങ്ങി വരും. ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് ഓപ്പൺ ആയോ? ഇത് ഓപ്പൺ ആയി. അത് നമുക്ക് തിരിച്ചു മേടിക്കാണ്. ഇല്ല, പോണേക്ക് വരെ കിട്ടില്ല. ചവിട്ടണ ഒരുപാട് ഇതിൽ വെറുതെ നടക്കണ്ടല്ലോ. അതൊക്കെ എല്ലാം ചുമക്കുന്നതാണ്. എന്നാലും ഇപ്രാവശ്യം കൃഷി സാധനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സീസൺ കഴിഞ്ഞില്ലേ, ചുമ്മാതെ കാല് കെട്ടിയിട്ട് റോട്ടിലുണ്ട് വേഗം വേണ്ടി കാല് കെട്ടിട്ട്. ഞങ്ങൾ ആ കോട്ടക്കമ്പൂർ വില്ലേജും കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് ചെന്നപ്പോ അവിടെ ഇപ്പൊ വെറുതെ നിൽക്കാം. ആള് പോലും ഇല്ലാണ്ട്. അത് കാല് മാത്രം കെട്ടിയിട്ടൊക്കെ ഒരുപാട് ദൂരമൊന്നും പോയി. എല്ലാ കുതിരകളും കാല് കെട്ടി കാലിട്ട് അത് സ്ഥലത്തിൽ അങ്ങനെ പോണോ ബാക്കാണോ? യൂക്കാലിയുടെ അത് വലിച്ചെടുക്കുമല്ലോ. അവിടെ ഇറങ്ങാൻ പറ്റുമോ?
കുഴപ്പമില്ല. ഇവിടെ എവിടെ ഇതാ ആ ബാഗ് അതവിടെ വെക്കണ്ട, ഓപ്പണാ. ഒരുപാട് പേര് വരുന്നതാണ്, സ്ഥലത്തൊക്കെ പോകുന്നത്. അതുകൊണ്ട് தவளை அப்பதே வந்து ஆமா நான் ரூம் கூட்டு வந்து லேட்டா ഇത് ഗ്രീൻ ബീൻസിന്റെ ആണ്. ഇത് ഗ്രീൻ ബീൻസ് ആണ്. ആ ഇതൊക്കെ ഗ്രീൻ ബീൻസ് ആണ്. എന്തോ ഈ വലിയ ഇത് സൂര്യകാന്തിയാണോ? ആ ഇത് സൂര്യകാന്തിയാണ്. സൂര്യകാന്തിയാണ്. പിന്നെ ഇത് മുളക്കാറായിട്ട് ചെറുതായിട്ട് വരുന്നത്. ചെറുതായിട്ട്. ഓ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നത്. ഇത് കാറ്റ് കൃഷി ഇട്ടത് മെയിനായിട്ട് അടുത്ത മാസം ഒക്കെ സീസൺ ആവില്ലേ, അപ്പൊ മൊത്തം ക്യാരറ്റ് ആയിരിക്കും. ഇത് മൊത്തമായിട്ട് ഇടുന്നതിന് ഈ ഫാമായിട്ട് ഉപയോഗിക്കുന്നതിന് എല്ലാ ഗസ്റ്റുകൾക്ക് വേണ്ടി അത് ഒരു വരുമാനം. ചുമ്മാ ഇതിന് മറ്റേ മാർക്കറ്റിലേക്ക് വിടുവാണെങ്കിൽ അതിന് ഹോൾസെയിലായിട്ട് പോകണമെങ്കിൽ ഇത്രയും വില കിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ എടുക്കുന്നത്. ഗസ്റ്റുകൾക്ക് കൊടുക്കുമ്പോൾ അവർ മേടിക്കുമല്ലോ. അതെ അതെ, പുറത്തുണ്ടായി മാർക്കറ്റ് കൃഷിയാണ്. പക്ഷേ ആയിട്ടുള്ളൂ. ഞങ്ങൾ ഇന്നലെ അവിടെ പോയാ അപ്പുറത്ത് ഒരു പയ്യനാണ്. എന്നിപ്പോൾ ആ പുള്ളിയുടെ മകൻ കൊണ്ടുപോയതാ. ആ ആ ഇതൊക്കെ ബ്ലാക്ക്ബെറി ആണ്. ഉണ്ടായിട്ടുണ്ടല്ലേ? ഓ ഇത് ചുവന്നിട്ടാണ് പിന്നെ ബ്ലാക്ക് ആവുന്നത് അല്ലേ? എനിക്ക് വേഗം വാ, എടുത്തോണ്ട് വാ. ബ്ലാക്ക്ബെറിയുടെ ഫാം ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാരും വെച്ചിട്ട് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്, പഴുത്തിട്ടില്ല. ഇവിടെ കൂടുതലായിട്ടുള്ള ആയി വരുന്നുണ്ട് അല്ലേ? ചെറുതായിട്ട് പഴുത്ത് അപ്പുറത്തെ പഴുത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറിച്ചത്. എങ്ങനെയാ വില? 100 ഗ്രാം 100 ഗ്രാം 120 രൂപ. 100 ഗ്രാം 120 രൂപ. മുള്ളുണ്ട് കേട്ടോ. 100 ഗ്രാം മേടിക്കല്ലേ? 100 ഗ്രാമിന്റെ 3 എടുത്തോ. 300 ഗ്രാം. 300 ഗ്രാം. 100 ഗ്രാം വെച്ചിട്ട് 3 പാക്ക് വേണം കേട്ടോ. അടിയിൽ ആ റൈറ്റ് സൈഡ് തലയുടെ അവിടെ അവിടെ അതേ മുകളിൽ കണ്ട അത് തന്നെ. അവിടെ ഉണ്ട്. നന്നാ അമ്പ് സ്ട്രോബെറി കിട്ടും, പക്ഷെ ബ്ലാക്ക്ബെറി കിട്ടില്ല. ഓ അതാണ് മെയിൻ പ്രത്യേകത. ഏണ്ട് മധുരമുണ്ടോ? അതിന് പുഴുവൊന്നും ഉണ്ടാവില്ലല്ലോ. പുളി മൾബറി അതിന്റെ വരുന്ന ബെറിയുടെ ഇതിൽ വരുന്ന കൊള്ളാം. പക്ഷെ ഇച്ചിരി വലിയ മുഴുത്ത കായായിട്ടൊക്കെ കിട്ടും. ഇതിപ്പോ ഡെയിലി ഇങ്ങനെ വിസിറ്റേഴ്സ് വന്നതുകൊണ്ട് പറിച്ച് പോകണം. ഇത് എങ്ങനെയാ? അടിപൊളിയാണോ?
3 വീട്ടുകാർക്ക് കൊടുക്കാം. എടാ ഇസു നീ മൊത്തം പറിച്ചിന്നാണാ? ഈടാ തീരൂട്ടവിടെ. നീ ഇത് സ്വന്തം പറമ്പിൽ നിന്ന് പറിക്കും പോലെയാണല്ലോ പറിക്കണേ. മുള്ളുണ്ട്, മുള്ളുണ്ട്. മേത്തൊക്കെ തേക്കല്ലേ. ഇത് കുറച്ച് ഇത് കുറച്ച് ഇത് കുറച്ച് ഇത് അത് വേണ്ട, അത് ചുവപ്പല്ല. എടാ മുള്ളുണ്ട്, പതുക്കെ പറിക്കി. ഇങ്ങോട്ട് നോക്കി നീ. ഇതാണ് തിന്നണ്ടത്. വേണ്ട, നിന്റെ വിചാരം ചോന്നതാണ് പഴുത്തതാണ്. ചോന്നതല്ല പഴുത്തത്. ദേ ഈ ബ്ലാക്ക് ഉണ്ട്, അത് കറുത്തിരിക്കണ കളയല്ലേ വെറുതെ. എടാ മോനെടാ മുള്ളുണ്ടാ. എന്റെ പൊന്നാരി നമുക്ക് മുള്ളുണ്ടിട്ട് നീ സീനാക്കല്ലേ. ആ അങ്ങനെ ചേട്ടൻ ദേ പറിച്ചു വിടുന്നേക്കാണ്. 300 ഗ്രാം ഉണ്ടാവില്ലേ? ആ തൂബ. മൾബറി അല്ല, ബ്ലാക്ക്ബെറി. അവനെടുത്തുണ്ടോ? ജാമെന്താ 150. ഇതാ ഈ സ്ട്രോബെറിയാ? 150. ഇതാ ഈ പാഷൻ ഫ്രൂട്ട്? എല്ലാ 120 വെച്ചാൽ തൂക്കിക്കില്ല. ആ ഇനി ഉണ്ടാവോ? ഓർമ്മ ഉണ്ടാവോ? ഉണ്ട്, സാധനം ഉണ്ട്. ആ എടുക്കണോ? ഓർമ്മ എടുത്തോ. എടാ എത്ര തന്നെ? 20. ഇത് ഇതിൻ്റെ അല്ലേ? ആ അതേടാ. ഇത് വന്നിട്ട് ക്യാരറ്റ്. ക്യാരറ്റ് ഒന്നും പിടിക്കില്ല. ബീറ്റ്റൂട്ട്? ഇത് ബീറ്റ്റൂട്ടല്ലേ? നടപടിയാണ് കേസല്ല. മതി, അത് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ആ മതി, അത് മതിയോ? അപ്പം നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് നമുക്ക് സ്ട്രോബെറിയാണ് കിട്ടിയുള്ളൂ. നമുക്കിപ്പോൾ ബ്ലാക്ക്ബെറി അവിടെ ജസ്റ്റ് 1-2 ചെടികൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമുക്കൊരു തോട്ടം തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം വേണ്ട ആളുകൾക്ക് കൊടുക്കാനും നമുക്ക് കേട്ട് സ്ട്രോബെറി നമ്മൾ ബ്ലാക്ക്ബെറി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം.